ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന രണ്ടാമത്തെ മേഖലയാണ് മെഡിക്കൽ. ആ മെഡിക്കലിന്റെ ഉപഭാഗമാണ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ ലൈഫ് സയൻസ്? ബയോളജിക്കൽ സയൻസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി, പ്ലാന്റ് സയൻസ്, ബയോളജി, സുവോളജി, ജെനറ്റിക്സ്. ഇത്രയും ഏരിയാസിനെയാണ് നമ്മൾ മൊത്തത്തിൽ ലൈഫ് സയൻസസ് എന്ന് പറയുന്നത്. ഇതിൽ ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള ശാഖകൾ 5% ഗ്രോത്ത് ആണ്. ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയൊക്കെ 2025 മുതൽ 30 വരെ 5% ഗ്രോത്ത് കാണിക്കുകയും ഏറ്റവും ചാമിങ് ആയിട്ടുള്ള, ഏറ്റവും കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന തൊഴിൽ മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരം കോഴ്സസ് പഠിച്ച് അതിൽ തൊഴിൽ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അതിനുള്ള പ്ലാനുകൾ നമ്മൾ നടത്തുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ശമ്പളത്തോടുകൂടി ജോലി കിട്ടാവുന്ന സാഹചര്യമുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക.